അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇന്ന് നമ്മൾ ചക്കുളത്തുകാവിലെ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയാണ്. തിരുവല്ലയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ അകലെയാണ് ആദിപരാശക്തിയായ വനദുർഗയും ജഗദീശ്വരിയും വന ശൈലാദ്രിവാസിനിയായ ദുർഗാ ഭഗവതി തന്നെയാണ് വനദുർഗ എന്നുള്ള വിശ്വാസത്തിലാണ് ചക്കുളത്തമ്മ ആണ് ഇവിടെ ഭഗവതിയായിട്ട് അറിയപ്പെടുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഭുവനേശ്വരി, ഭദ്രകാളി, പാർവതി തുടങ്ങി ആദിപരാശക്തിയുടെ എല്ലാ ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു. ഗണപതി ഉണ്ട്, ഉപദേവതകളായിട്ട് ഗണപതി ഉണ്ട്. ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ഹനുമാൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ തുടങ്ങിയവരൊക്കെ അവിടെ ഉണ്ട്. വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് പ്രസിദ്ധമായ ചക്കുളത്തുകാവിലെ പൊങ്കാല. അന്നപൂർണേശ്വരായ ദേവിക്ക് മുന്നിൽ സ്ത്രീകളെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി നടത്തപ്പെടുന്ന ഒരാചാരമാണ് പൊങ്കാല. ഇതിന് സ്ത്രീകളുടെ ശബരിമല എന്നും പറയും. പിന്നെ കാർത്തിക സ്തംഭം, ലക്ഷദീപം, ധനുമാസത്തിലെ 38 വെള്ളിയാഴ്ച, നാരീപൂജ, വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന, ലഹരിക്ക് അടിമപ്പെട്ടവരെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ, അതുപോലെ നവരാത്രി, അങ്ങനെയൊക്കെ ആചരിച്ചു വരുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നുള്ള പേരിലാണത് കൂടുതൽ അറിയപ്പെട്ടത്. പട്ടമന എന്ന പേരുള്ള ഒരു നമ്പൂതിരി കുടുംബം വകയാണ് ക്ഷേത്രഭരണം. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലെ പമ്പാ നദിയുടെയും മണിമലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുകയാണെങ്കിൽ, കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി, പക്ഷെ അത് ചത്തില്ല. പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ പുറ്റിന് മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു. പക്ഷെ ഇത്തവണ പുറ്റ് പൊട്ടി ജലപ്രവാഹമുണ്ടായി. അമ്പരന്ന് നിന്ന വേടന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഇതേ സമയം വേടൻ്റെ കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി വേടനോട് പറഞ്ഞു. പുറ്റിനകത്ത് പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റ് പൊളിച്ചു നോക്കിയ ജഗദീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണാമെന്നും പറഞ്ഞു. ആദിപരാശക്തിയെ ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റ് ഉടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു. അതോടെ പിന്നെ അദ്ദേഹത്തെ കാണാനില്ലാതെ. അദ്ദേഹം നാരദമുനിയാണ് എന്ന് സ്വപ്നദർശനം ഉണ്ടായി വേടന്. ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നു എന്നാണ്. അന്നു മുതൽ വേടനും കുടുംബവും ഒക്കെ ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി. എല്ലാ ദിവസവും കാട്ടിൽ പോയിട്ട് വിറകും ഭക്ഷണമൊക്കെ ശേഖരിച്ച് മൺകലത്തിൽ പാകം ചെയ്ത് അവർ കഴിച്ചിരുന്നു. ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഭഗവതിക്കും നൽകും. അതിന് ശേഷമാണ് അവർ കഴിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവർക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കലം നിറയെ ചോറും കറികളും കായ്കനികളൊക്കെ ഇരിക്കുന്ന കാഴ്ച കണ്ട്. അപ്പോൾ വേടനും കുടുംബമൊക്കെ അവിടെ ആഹാരം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തി കൊണ്ട് ഭഗവതിയുടെ ഗീതങ്ങൾ അവരിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ അശരീരി വന്നതെന്ന് വെച്ചാൽ, മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ആഹാരം, ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ്. തീരാ ദുഃഖങ്ങളിൽ നിന്നും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും. ഭക്തിപൂർവം ആരെന്നെ വന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടാവും. അത് പറഞ്ഞിട്ടുള്ള ആ ദേവിയുടെ ആ അനുഗ്രഹം, അതാണ് ചക്കുളത്തുകാവിലെ ജനലക്ഷങ്ങൾ എന്ന് പൊങ്കാലയിടുന്ന. ആ പൊങ്കാലയിടുന്ന സമയത്ത് ഭക്തരിൽ ഒരാളായി അമ്മയുണ്ടാവും എന്നാണ് വിശ്വാസം. പിന്നെ അവിടെ ആ വേടനും കുടുംബമൊക്കെ സ്ഥലം വിട്ടു പോയി അവിടെ ബ്രാഹ്മണ താമസമാക്കി. അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി
താന്ത്രിക വിധികളോട് കൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1981 ക്ഷേത്രം നവീകരണം ഒക്കെ അഷ്ടബാഹുക്കളോടുകൂടിയ ആദിപരാശക്തിയുടെ ഒരു മൂർത്തരൂപമായ വനദുർഗയെ പ്രതിഷ്ഠിക്കുകയുണ്ടായിരുന്നു. ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 മണി വരെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും സ്ത്രീകളുടെ ശബരിമല എന്നുള്ള അറിയപ്പെടുന്ന ആ ചക്കുളത്തുകാവിലെ അമ്മയെ പോയിട്ട് ദർശിക്കാൻ പറ്റുന്നവരൊക്കെ ദർശിക്കുക. വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥലമാണ്. എല്ലാവർക്കും ചക്കുളത്തുകാവിലെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യൂ, മറ്റുള്ളവരിലേക്കും കൂടി ഈ അറിവ് വ്യാപിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.